Hello guys, it's me Gopikrishna. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നേക്കുന്നതിന്റെ കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. നിങ്ങൾ ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. അതായത് MI ഫോൺ, റെഡ്മിയുടെ ഫോൺ, ഷൗമിയുടെ ഫോൺ, ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡ് എന്ന് അവർ തന്നെ പറയുന്ന അവരുടെ ഫോൺ ആണ്. കാരണം സെയിൽസും പർച്ചേസിങ്ങും ഒക്കെ നിങ്ങൾ തന്നെ വാങ്ങിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സ്മാർട്ട് ഫോണുകളിൽ ഒന്നാണ് റെഡ്മി, റിയൽമി, അങ്ങനെ പോകുന്നു. ഓക്കെ. അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ ടോപ്പിക്ക്. റെഡ്മി ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. സന്തോഷ വാർത്ത എന്ന് പറയുമ്പോൾ ഇത് പലർക്കും അറിയാം, പക്ഷേ അറിയാത്ത 90% ആൾക്കാരും ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഇടയിലുണ്ട്. എൻ്റെ വീഡിയോസ് മലയാളികളാണല്ലോ കാണുന്നത്, അതിന് ചുമ്മാ തട്ടി വിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, അത് വിടാതെ ഞാൻ ടോപ്പിക്ക് വിട്ടു പോകുന്നു. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെഡ്മി ഫോണിലുള്ള ഒളിഞ്ഞു നടക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും, ഇല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അത് പറഞ്ഞു തരണമെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. നമ്മൾ 8Kയിലോട്ടുള്ള യാത്രയിലാണ്. ഒന്ന് 8K സപ്പോർട്ട് ചെയ്തായിരുന്നെങ്കിൽ 8000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എത്തിക്കായിരുന്നു. സോ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയേക്കുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ബെല്ലൈക്കൺ ഞെക്കിയിട്ട് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല, അപ്പോൾ പിന്നെ ഞെക്കണ്ട, എന്നാലേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ വിട്ടേക്ക്, നമ്മൾ വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ റെഡ്മി ഫോണിൻ്റെ അകത്തുള്ള ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം. ഞാൻ കുറേ നേരമായിട്ട് വായിട്ടടയ്ക്കുന്നു. ആപ്പിൻ്റെ പേര് പറഞ്ഞേക്കാം, ഗെറ്റ് ആപ്സ് എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾ റെഡ്മി ഫോൺ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗെറ്റ് ആപ്സ് എന്ന് പറയുന്നത്. അറിയത്തില്ലെങ്കിലും ഉറപ്പായിട്ടും കാണുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗെറ്റ് ആപ്സ് എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ തന്നെ ഉള്ളതാണ്, ഇൻബിൽട്ട് ആയിട്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് എങ്ങും ഡൗൺലോഡ് ചെയ്യാനും പറ്റത്തില്ല. റെഡ്മി യൂസേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കാൻ പറ്റിയ, എന്താ പറയുക, വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കുക, വലിയ പണിയൊന്നും എടുക്കാതെ സിമ്പിൾ മെത്തേഡിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഗെറ്റ് ആപ്സ് എന്ന് പറയുന്നത്. ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് പ്രൂഫ് സഹിതമാണ്. ഇതെനിക്ക് ഐഡിയ പറഞ്ഞു തന്നത് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു സബ്സ്ക്രൈബർ എല്ലാം ഒരു നമ്മുടെ ബഡ്ഡിയാണ്. അവൻ്റെ പിക്ക് ഇതാണ്, അല്ലെങ്കിൽ ഇതാണ്, ഈ സൈഡിലെവിടെ നിന്ന് കാണും. പേര് ഏബൽ എന്നാണ്, ഏബലും ഫിനോയും. അവൻ റെഡ്മി യൂസറാണ്. MIയുടെ ഏതൊരു മോഡലാണെന്ന് തോന്നുന്നു, 6ഓ 7ഓ അങ്ങനെ ഒരു മോഡലാണ് അവൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫോണിലെല്ലാം കിടക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇപ്പം ഞാനാണെങ്കിൽ പോലും ഞാൻ യൂസ് ചെയ്യുന്നത് സാംസങ് ഫോണാണ്, അതുകൊണ്ട് എനിക്ക് ആപ്ലിക്കേഷൻ കിട്ടൂല. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഫോണായിക്കോട്ടെ, ആ ഫോണിൽ ഇഷ്ടം പോലെ ഡെഡ് ആപ്സ് കാണും. ഡെഡ് ആപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത, ചുമ്മാ നമ്മൾ ആ ഏരിയയിലോട്ട് പോകാത്ത ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് കാണും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ തന്നെ ചിന്തിച്ച് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്തേക്കാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻ ഏതാണ് കമൻറ്റ് ബില്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻ മിക്കവാറും കലണ്ടർ ആയിരിക്കും. ഞാൻ കലണ്ടർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതുപോലത്തെ കുറേ ആപ്ലിക്കേഷൻസ് കാണും, ഇൻബിൽറ്റ് ആയിട്ട് നമ്മുടെ ഫോണിലൊക്കെ ഉള്ള കുറേ ആപ്ലിക്കേഷൻസ് കാണും. അതുപോലെ ആപ്ലിക്കേഷനാണ് റെഡ്മിയുടെ ഫോണിനകത്ത്, അതായത് ഷൗമിയുടെ ഫോണിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഗെറ്റ് ആപ്സ് എന്ന ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷനിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ സാധനം വാങ്ങിക്കാം എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സംഭവം യൂസ് ചെയ്യുന്നത്, ഇത് ജസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ ലോഗിൻ ചെയ്യണം, നമ്മുടെ മെയിൽ ID സംഭവങ്ങളൊക്കെ വെച്ച് നോർമൽ പ്രൊസീജിയറായിട്ട്. അതങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെക്ക് ഇൻ ചെയ്യണം. ഈ ലോക്ക്ഡൗൺ സമയത്ത് എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കയറി ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബോണസ് പോയിന്റ്സ് കിട്ടും. ഈ പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ക്യാഷ് ഏൺ ചെയ്യുന്നത്. ഇത്ര പോയിന്റ്സ് ആകുമ്പോൾ ഇത്ര രൂപയാവും. അത് നമുക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് സാധനങ്ങൾ മേടിക്കാം. ഇല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ കുറേ സാധനങ്ങളുണ്ട്. MIയുടെ, അതായത് മീ എന്ന് പറയുന്നത് കേട്ടോ, മീ ബാൻഡ്, അതുപോലെ മീ പവർ ബാങ്ക്, അതുപോലെ മീ ഗ്ലാസ്, അങ്ങനെയൊക്കെ പ്രൊണൗൺസ് ചെയ്യാം. ഞാനിപ്പോൾ MI ജസ്റ്റ് ഒന്ന് ഒരു ഫ്ലോയിൽ അങ്ങ് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പം 30,000 പോയിന്റ്സ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ ചെക്ക് ഇൻ ചെയ്ത് നേടുന്ന 30,000 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു പവർ ബാങ്ക് മേടിക്കാം. അല്ലെങ്കിൽ ഒരു 25,000 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു ബാഗ് മേടിക്കാം. MIയുടെ തന്നെ ബാഗ് കണ്ടിട്ടില്ലേ, നമ്മളെ സ്കൂളിലൊക്കെ ലാപ്ടോപ്പ് ബാഗ്, അതുപോലത്തെ ബാഗൊക്കെ. പിന്നെ അല്ലെങ്കിൽ 1000-2000 പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് MI ബാൻഡ് വാങ്ങിക്കാം. അതുപോലെ MIയുടെ പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്നും ഫ്രീ ആയിട്ട് ലഭിക്കും. ഇത് ഞാനൊരു വേറൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. ഇതെല്ലാം എനിക്ക് അവൻ പറഞ്ഞു തന്നെ കേട്ടോ, ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. അവൻ ഉപയോഗിക്കുന്നത്, അവൻ മേടിച്ചതിൻ്റെ സ്ക്രീൻ റെക്കോർഡർ എല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതെല്ലാം നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടോണം.
സോ ഇത് യൂസ് ചെയ്യേണ്ടത് ഇതുപോലെ ചെക്ക് ഇൻ ചെയ്യണം. ഒരു ടിപ്പ് ഞാൻ പറഞ്ഞത് രാവിലെ 10 മണിക്ക്, ഉച്ചയ്ക്ക് 3 മണിക്ക്, വൈകുന്നേരം 8 മണിക്ക്, ഈ 3 സമയത്ത് ഈ 3 സമയത്താണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. ഈ 3 സമയത്ത് സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കും. ബാക്കിയുള്ള സമയത്ത് ഈ ലോക്ക്ഡൗൺ സമയം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോകുന്നതുകൊണ്ട് രാവിലെ 10 മണി, 3 മണി, 8 മണി ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പുതിയ സ്റ്റോക്ക് വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ചെക്ക് ഇൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോയിന്റ്സ് ലഭിക്കുകയും സാധനം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ ഇത്രയുള്ളൂ ചെയ്യേണ്ടത്. ഇപ്പം രാവിലെ ഇതുപോലെ ഒരു 8 മണിയായപ്പോൾ നമ്മൾ കയറി നൈസായിട്ട് ചെക്ക് ഇൻ ചെയ്തു, ഒരു 10-20 പോയിന്റ്സ് കിട്ടിയെന്ന് വെച്ചു. അത് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ച് ഒരു 30,000 അല്ലെങ്കിൽ 30,000 ഒക്കെ ആകുമ്പോഴത്തേക്ക് MIയുടെ പവർ ബാങ്ക് നമുക്ക് വാങ്ങിക്കാനുള്ള പോയിന്റ്സ് ആവും. ഈ പോയിന്റ്സ് നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ബൈ നൗ കൊടുക്കുമ്പോൾ നമ്മുടെ സാധനം വീട്ടിലെത്തും. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ. ഇത് വേറൊരു ഫോൺ കമ്പനിക്കാരും കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു. ശരിക്കും ഇത് ആർക്കും അറിയത്തില്ല. അതാണ് മെയിൻ ഒരു കാര്യം. പിന്നെ ഇതിനകത്ത് വരുന്ന അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഗെയിം കളിച്ച് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കും. അവർ പറയുന്നത് വല്ലതും 0.1 MB 0.2 MB ഒക്കെ ഗെയിംസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ സെറ്റാണ്, പോയിന്റ്സ് കിട്ടും. ഗെയിം കളിച്ചു കാശ് ഉണ്ടാക്കുന്നു, ഗെയിം കളിച്ചു പോയിന്റ്സ് ഉണ്ടാക്കുന്നു. ഈ പോയിന്റ്സ് എല്ലാം കൂട്ടി വെച്ച് നമുക്ക് ഏൺ ചെയ്ത് പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് മീപേ ഉണ്ടല്ലോ, നമ്മുടെ മീപേയിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ മേടിക്കുകയും ചെയ്യാം. അതായത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ പോയിന്റ്സ് നമ്മളിപ്പം സൂക്ഷിച്ച് വെച്ചെന്ന് വിചാരിച്ചോ, ഈ ഗെയിംസ് കളിക്കുന്ന പോയിന്റ്സ് ഒക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പോയിന്റ്സ് കൺവേർട്ട് ചെയ്യുമല്ലോ പൈസയായിട്ട്. ഈ പൈസ നമുക്ക് എങ്ങോട്ട് മാറ്റാം? നമ്മുടെ MI പേയിൽ അല്ലെങ്കിൽ മീപേയിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അവിടുന്ന് നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് ആ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. നമ്മുടെ ഫോണിൽ മീപേ നിങ്ങൾ ലോഗോ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. സംഭവം ഇത്രേ ഉള്ളൂ. ആ ആപ്ലിക്കേഷൻ എടുക്കുക, ചെക്ക് ഇൻ ചെയ്യുക, കോയിൻ റെഡിയാക്കുക, കോയിൻ ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കോയിൻസ് ആകുമ്പോൾ നമുക്ക് പൈസയായിട്ട് അത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമുക്ക് കൂട്ടി വെച്ച് നമുക്ക് സാധനം മേടിക്കാം. സാധനം നമ്മൾ വീട്ടിൽ തികച്ചും ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് വീട്ടിൽ സാധനം എത്തിക്കുന്നതാണ്. ഞാൻ ശീലിച്ചു ഗൈസ്. സംഭവം പൊളിയാണ്. ഒരു രക്ഷയില്ല. ഇത് പറഞ്ഞ അവന് ബിഗ് ഷൗട്ട് ഔട്ട്. കാരണം ഇങ്ങനെ അറിയാത്ത ഒരു 100% MI യൂസേഴ്സിൽ 100 പേരിൽ ഒരു 90% ആൾക്കാർക്ക് ഈ ആപ്പിനെ പറ്റി അറിയത്തില്ല. വല്ലപ്പോഴും വല്ലതും തുറന്നു നോക്കിയാണ്, അല്ലാതെ പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ആർക്കും അറിയത്തില്ലായിരുന്നു. സോ അത് അറിയിച്ച എന്നെയും അവനെയും മറക്കരുത്. അവൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നെ മറക്കണ്ട, എന്നെ ഇൻസ്റ്റാഗ്രാമിലൊന്നും പോകേണ്ട. തൽക്കാലം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ ലൈക്ക് ബട്ടൺ ഉണ്ടല്ലോ, അത് നിങ്ങൾക്കുള്ളതാണ്. നൈസായിട്ടൊന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഞാനെല്ലാം കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഫോളോ ചെയ്തില്ലെങ്കിലും മെസ്സേജ് അയച്ച് എന്തെങ്കിലും സംശയം ചോദിക്കുക. ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ്, ലൈക്ക് ബട്ടൺ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക. ഇത്രയും കർമ്മങ്ങളെല്ലാം ചെയ്തു വെച്ചേക്കാം. സോ ഇത്രയുള്ളൂ ഗൈസ് സംഭവം. അപ്പോൾ ഇതിലും നല്ല ടെക്നോളജി വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുപിടുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ഗോപികൃഷ്ണ സൈനിങ് ഓഫ്.